തിരുവനന്തപുരത്തെ 1ാം ക്ലാസ്സുകാരിക്ക് അധ്യാപകരുടെ മർദ്ദനമെന്ന പരാതി. മലയൻകീഴ് മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെയാണ് 6 വയസ്സുകാരിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. കുട്ടികളെ ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ആരോപണം. അതേസമയം പരാതിയിൽ കഴമ്പില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. തിരുവനന്തപുരം മലയൻകീഴ് മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിനെതിരെയാണ് വ്യാപക പരാതികൾ ഉയരുന്നത്. 1ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിയെ അധ്യാപകർ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയരുന്നത്. മർദ്ദനം മാത്രമല്ല, മാനസിക പീഡനം 2 അധ്യാപകർ നടത്തിയെന്നും 1ാം ക്ലാസ്സുകാരി തന്നെ തുറന്നു പറയുന്നു. ടീച്ചറിനോട് ഞാൻ ചോദിച്ചപ്പം എനിക്ക് വയറുവേദന എടുത്തിട്ടുണ്ടായിരുന്നു. 3 പറഞ്ഞ ചോദിച്ചു. എന്നിട്ട് കഴുത്തി കിടക്കുന്ന ലോക്കറ്റിൻ്റെ മാല എടുത്ത് പാർത്തിച്ചു. അപ്പോഴാണെങ്കിൽ അടുത്തിരുന്ന ധ്വനി പറയുന്നു, ദൈവം കൊള്ളൂല. അപ്പം ഞാൻ പക്ഷേ ചോദിച്ച് അതെന്താ നമ്മൾ ചോദിച്ചിട്ടും വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കായിരുന്നു ടോയ്ലറ്റ് ആവശ്യമുണ്ടായിരുന്നു. നാൻസി ടീച്ചറും ആകി ടീച്ചറും ഭയങ്കര സ്ട്രിക്റ്റാണ്. അവിടെ പിടിച്ച് തറയിലൊക്കെ എഴുതും. ചോറ് കഴിക്കുമ്പോൾ ലേറ്റായിപ്പോയി. ഇന്നലെ പീറ്റിക്ക് പോകും. അപ്പോഴാണെങ്കിൽ എണീറ്റ് നിന്ന് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫുൾ കഴിച്ച് തീർന്നിട്ടായിരുന്നു ആ കുട്ടി പാത്രം കഴുകാൻ പോയത്. പിന്നെ ഈ ചോറ് കഴിച്ചിട്ട് നമ്മളെ ബാത്റൂമിൽ ഇങ്ങനെ ആൻറ്റിമാർ കഴുകിത്തരും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഴുകണം. ഇങ്ങനെ വഴക്ക് പറയുന്നത് നമ്മൾ രാഗ് ടീച്ചർ അന്നേരം ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ച് ഇപ്പം ഞാൻ പിടിച്ച് തറയിരുത്തോന്ന്. പക്ഷേ അപ്പോൾ ആ കുട്ടി പുറകിൽ നിന്ന് സംസാരിച്ചപ്പം ആണെങ്കിൽ ഒരു അടി കൊടുത്തിട്ട് തറയെ പിടിച്ചിരുത്തിയപ്പോൾ കുട്ടി ബെഞ്ചിൻ്റെ ഇങ്ങോട്ടൊന്നിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞ് പിന്നെയും കമ്പ് വെച്ചിട്ട് അടി കൊടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നെഴുതുന്നു. നിരന്തരം അധ്യാപകർക്കെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് 6 വയസ്സുകാരിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കുട്ടികൾക്കെതിരെ മാനസിക പീഡനം നടക്കുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. മലങ്കര സഭയുടെ സ്കൂളാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു സഭയുടെ ഉള്ള വിശ്വാസവും ഈ നമ്മുടെ സിസ്റ്റേഴ്സും സഭയിൽ നടത്തുന്ന സ്കൂളായതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ഞങ്ങളാക്കിയത്. ആ ഒരു പരിഗണനയും കൂടെ കിട്ടുമെന്ന് കരുതിയാണ്. കുഞ്ഞിന് ചെറിയ സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഇഷ്യൂസൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, സിസ്റ്ററിനോടും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ രാഖി എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട്. ഈ ടീച്ചർ കുഞ്ഞിൻ്റെ കൈയുടെ ഈ ഷോൾഡറിനും ഈ ട്രൈസെപ്സിന് താഴെയായിട്ട് ഇവിടെ അടിക്കുന്നു. നമ്മളൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കേൾക്കുന്നതിന് പകരം ഈ സിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അതേസമയം സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.